ശക്തമായ മഴയും കാറ്റും പന്നിയോട് LPS സ്കൂളിൽ മരം കടപുഴകി വീണു. വൈദ്യുതി തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് അനുഭവപ്പെട്ട ശക്തമായ മഴയും കാറ്റും പന്നിയോട് LPS സ്കൂളിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. സ്കൂൾ പരിസരത്തെ കാലപ്പഴക്കം ചെന്ന വലിയ മരം കടപുഴകി വീണ് റോഡിലേക്ക് മറിഞ്ഞു. മരം വീണതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഒടിയുകയും പ്രദേശത്തെ വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. ഇന്ന് വെളുപ്പിന് ഉദ്ദേശം 3 മണിയോടെയാണ് മരം വീണതെന്ന് പ്രദേശവാസികൾ പറയുന്നു. സ്കൂൾ പരിസരത്ത് നിലനിൽക്കുന്ന കാലപ്പഴക്കം ചെന്ന മരങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി സ്കൂൾ അധികൃതർ മുമ്പ് തന്നെ ഫോറസ്റ്റ് വകുപ്പ്, പഞ്ചായത്ത് അധികൃതർ എന്നിവരോട് പരാതിപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ആരോപിക്കുന്നു. സ്കൂൾ പരിസരത്ത് ഏകദേശം 50 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളാണ് നിലനിൽക്കുന്നത്. അപകടം സംഭവിച്ച മരം കുട്ടികൾ കളിക്കുന്ന പാർക്കിന് സമീപത്തായിരുന്നതും ആശങ്ക ഉയർത്തുന്നു. സംഭവം കൂടുതൽ വലിയ ദുരന്തമായി മാറാതെ പോയത് ഭാഗ്യകരമാണെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി അപകടാവസ്ഥയിലുള്ള മരങ്ങൾ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റുകയും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിവരികയും ചെയ്യുന്നു. പൂവച്ചൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് പന്നിയോട് LPS സ്കൂളിലെ ഒരു വാഗമരം മറിയുകയുണ്ടായി. അത് ഇന്ന് രാവിലെ ഒരു 3:30 മണിയോടുകൂടിയാണ് സംഭവിച്ചത്. അപ്പോൾ തന്നെ ഫയർ എഞ്ചിൻ വരികയും ഈ മരം മുറിച്ചു മാറ്റുകയും ഗതാഗത തടസ്സം നീക്കുകയും ചെയ്തു. എന്നാലും ഇവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ വർണ്ണക്കൂടാരവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ മുറിച്ചു മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാരും PTA-യും അതുപോലെ ജനപ്രതിനിധികളും എല്ലാവരും ഉൾപ്പെടെ നിന്നുകൊണ്ട് ഇത് മുറിച്ചു മാറ്റി ഈ സ്ഥലം സഞ്ചാരയോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന ഇതുമായിട്ട് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.